Hi students, welcome to your new class. Next topic, borrowing cost ആണ്. Enterprise may borrow funds to acquire, build and install plant, machinery and other assets. സാധാരണയായിട്ട് കമ്പനീസ് അവർക്ക് പ്ലാന്റും മെഷീനറിയും അല്ലെങ്കിൽ മറ്റുള്ള അസറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ഫണ്ട് പുറമേ നിന്നിട്ട് കടെടുക്കും. ഇതിനെയാണ് ബോറോ ചെയ്യുക എന്ന് പറയുക. ഈ അസറ്റുകൾ മേ ടേക്ക് ടൈം മോർ ദാൻ വൺ അക്കൗണ്ടിങ് പീരീഡ് ടു മേക്ക് ദം യൂസബിൾ ഓർ സെയിലബിൾ. അതായത് നമ്മൾ ഈ പൈസ കടം വാങ്ങി അതുകൊണ്ട് പ്ലാന്റോ മെഷീനറിയോ വല്ലൊക്കെ അസറ്റൊക്കെ വാങ്ങിയിട്ട് ഈ അസറ്റിൽ നിന്ന് നമുക്ക് ഒരു വരുമാനം ഒന്ന് അതല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതോ അല്ലെങ്കിൽ അത് വിൽക്കുന്നതോ ഒക്കെ ഏകദേശം ഒരു വർഷം സമയം എടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുവരേക്കും ഈ എൻ്റർപ്രൈസിന് എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. കാരണം ആ ഒരു അസറ്റ് നമ്മൾ കെട്ടിപ്പൊന്തിക്കാനോ അല്ലെങ്കിൽ അക്വയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. ഇൻട്രസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ബോറോയിങ് കോസ്റ്റ് ഓൺ ഫണ്ട്സ്. അതിനാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 23 ആണ് ഈ ഒരു കോസ്റ്റ് ഓഫ് ബോറോയിങ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കാം. ഈ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഈസ് ടു പ്രിസ്ക്രൈബ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബോറോയിങ് കോസ്റ്റ്. ഇൻട്രസ്റ്റും അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള കോസ്റ്റുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ഇന്ത്യ അക്കൗണ്ട് 23 പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ടെൽസ് വെദർ ദ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഷുഡ് ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് അസറ്റ് ഓർ നോട്ട്. ഒരു അസറ്റിൻ്റെ കോസ്റ്റിൽ ബോറോയിങ് കോസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അത് പറയുന്നത്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുന്നത് ഏത് എൻറ്റിറ്റി ആണോ ബോറോ ചെയ്യുന്നത് അവർക്കാണ്. ഫണ്ട് ബോറോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു എൻറ്റിറ്റിക്ക് ഇത് ഉണ്ടാവുന്നത്. സ്റ്റാൻഡേർഡ് ഡസ് നോട്ട് അപ്ലൈ ബോറോയിങ് കോസ്റ്റ് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു ദ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ്. അക്വയർ ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക, പ്രൊഡക്ഷൻ നടത്തുക, ഈ 3 കാര്യങ്ങൾ വഴി ഡയറക്റ്റായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊന്നും ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് ഏതൊക്കെയാണ്? ഒന്ന്, ക്വാളിഫയിങ് അസറ്റ് മെഷേർഡ് അറ്റ് ഫെയർ വാല്യൂ. ഫെയർ വാല്യൂവിൽ മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ക്വാളിഫയിങ് അസറ്റ്. പിന്നെ ഇൻവെൻട്രീസ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓൺ എ റെപ്പിറ്റേറ്റീവ് ബേസിസ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഇൻവെൻട്രീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടും ഒരു ഷോർട്ട് പീരീഡിലേക്കൊക്കെ ആണെങ്കിൽ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അസറ്റ് ദാറ്റ് ആർ റെഡി ഫോർ ദെയർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ വെൻ പർച്ചേസ്ഡ്. പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അസറ്റ് നമുക്ക് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ ഒക്കെ റെഡി ആയിട്ടിരിക്കുന്ന ഒരു അസറ്റ് ആണെങ്കിലും പറ്റില്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ്. ഈ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കേസുകൾ ഇതൊക്കെയാണ്. എന്താണ് ബോറോയിങ് കോസ്റ്റിൻ്റെ ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. ബോറോയിങ് കോസ്റ്റ് മീൻസ് ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ്. അത്രയും പഠിച്ചു വയ്ക്കാം. ഇൻട്രസ്റ്റും അതർ കോസ്റ്റുകളും ഏതുമായി ബന്ധപ്പെട്ട് എൻറ്റിറ്റി ഇൻകർ ഇൻ കണക്ഷൻ വിത്ത് ബോറോയിങ് ഓഫ് ഫണ്ട്. ഫണ്ട് ബോറോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു എൻറ്റിറ്റിക്ക് ഉണ്ടാവുന്ന കോസ്റ്റ്, അതായത് ഇൻട്രസ്റ്റോ മറ്റുള്ള കോസ്റ്റുകളെയാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആൻഡ് ഷോർട്ട് ടേം ലോങ് ടേം ബോറോയിങ്സ്. ബാങ്കിൽ നിന്ന് നമ്മൾ ഷോർട്ട് ടേമിലേക്കും ലോങ് ടേമിലേക്കും ഓവർ ഡ്രാഫ്റ്റുകൾ വാങ്ങും, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ അമോർട്ടൈസേഷൻ ഓഫ് ഡിസ്കൗണ്ട് പ്രീമിയം റിലേറ്റിംഗ് ടു ബോറോയിങ്സ്. ബോറോയിങ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസ്കൗണ്ടോ പ്രീമിയോ അത് അമോർട്ടൈസ് ചെയ്യുക. അമോർട്ടൈസേഷൻ ഓഫ് ആൻസിലറി കോസ്റ്റ് ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് അറേഞ്ച്മെൻറ്റ്. ഈ ബോറോ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന വല്ല കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഫിനാൻസ് ചാർജസ് ഉണ്ടായിരിക്കുക. ഫിനാൻസ് ലീസ് ഒക്കെ ആണെച്ചാൽ അതിന് ചാർജസ് ഉണ്ടായിരിക്കും. അതെല്ലാം ഈ ബോറോയിങ് കോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോറോയിങ് കോസ്റ്റിൽ വരുന്നത്. ഇൻട്രസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഇൻകേർഡ് എ ഫേം ആസ് എ റിസൾട്ട് ഓഫ് ബോറോയിങ് മണി. മണി ബോറോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കടം വാങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫേമിന് എന്തൊക്കെ കോസ്റ്റുകളാണോ സഫർ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇൻകർ ചെയ്തത് ഇതിനൊക്കെയാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കുറേ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ക്വാളിഫയിങ് അസറ്റ്. എന്തിനാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ ടൈം ടു ഗെറ്റ് റെഡി ഫോർ ദെയർ ഇൻറ്റൻഡഡ് യൂസ് ഓർ സെയിൽ. നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യപ്പെടാനോ എടുക്കുന്ന ആ ഒരു കാലയളവ്, അതിനാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്.
അതിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻവെൻട്രീസ് ദാറ്റ് റിക്വയർ എ സബ്സ്റ്റാൻഷ്യൽ പീരീഡ്, മോർ ദാൻ 1 അക്കൗണ്ടിങ് പീരീഡ് ആയിരിക്കും അത് സെയിലബിൾ കണ്ടീഷനിലേക്ക് വരാൻ വേണ്ടി ഉണ്ടാവുക. മാനുഫാക്ചറിങ് പ്ലാന്റ്സ് വിച്ച് ആർ ഇൻ കൺസ്ട്രക്ഷൻ പ്രോസസ്സ്, അവിടെയും എന്താണ്, നമ്മൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. പിന്നെ പവർ ജനറേഷൻ ഫെസിലിറ്റീസും ഒരു ലോങ് പീരീഡ് ഓഫ് ഫോർ കംപ്ലീഷന് വേണ്ടി എടുക്കാറുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റുകൾ ഡെവലപ്മെന്റ് ഫേസിൽ അക്വയർഡ് ബട്ട് നോട്ട് റെഡി ഫോർ യൂസ് ഓർ സെയിൽ. ഇൻടാഞ്ചിബിൾ അസറ്റും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ്, ഓഫീസ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുക ആൻഡ് അപ്ഗ്രേഡ് ചെയ്യുക, തേർഡ് പാർട്ടിക്ക് റെന്റിന് കൊടുക്കുക, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതെല്ലാം ക്വാളിഫയിങ് അസറ്റ് ആണെന്നാണ് പറയുന്നത്. ഏതിനാണ് ക്വാളിഫയിങ് അസറ്റ് അല്ലാത്തത്? ഫിനാൻഷ്യൽ അസറ്റുകൾ, പിന്നെ അതേപോലെ തന്നെ ഇൻവെൻട്രീസ് മാനുഫാക്ചർ ചെയ്യുക അതർവൈസ് പ്രൊഡ്യൂസ്ഡ് ഓവർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അത് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ ഒക്കെ റെഡിയായി നിൽക്കുന്ന അസറ്റ്, ഇതൊന്നും ക്വാളിഫയിങ് അസറ്റ് അല്ല. സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നുണ്ട് ഇതിൽ. എന്താണ് ആ സമയം എന്ന് പറയുന്നത്? 12 months. നമ്മൾ ഏതാണോ അക്കൗണ്ടിങ് പീരീഡ് അതാണ് 12 months തന്നെയാണ് സബ്സ്റ്റാൻഷ്യൽ പീരീഡ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ആദ്യം അത് റെക്കഗ്നൈസ് ചെയ്യണം. ബോറോയിങ് കോസ്റ്റ് ദാറ്റ് ആർ ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ടു ദ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എ ക്വാളിഫയിങ് അസറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത് ഏതിനൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിഫയിങ് അസറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യാനോ കൺസ്ട്രക്ട് ചെയ്യാനോ അക്വയർ ചെയ്യാനോ ഒക്കെ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് തന്നെ വരുന്ന കോസ്റ്റിനെ തന്നെയാണ് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അത് നമുക്ക് അസറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് ദേ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ദ അസറ്റ്. അസറ്റിൻ്റെ ആ കോസ്റ്റിൽ വരുന്ന ഒരു ഭാഗമായിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാം. വെൻ ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ദേ വിൽ ബ്രിങ് ഫ്യൂച്ചർ എക്കണോമിക് benefits to the entity and the cost can be measured reliably. എന്തുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഈ കോസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. എ ലിമിറ്റഡ് ഈസ് ബിൽഡിംഗ് സ്പോർട്സ് സ്റ്റേഡിയം. എ ലിമിറ്റഡ് ഒരു സ്പോർട്സ് സ്റ്റേഡിയം ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി അത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 40% അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫണ്ട് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. ഇൻട്രസ്റ്റ് വരുന്നത് 75 ലക്ഷമാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ബോറോയിങ് കോസ്റ്റിൽ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഒരു വർഷം കൊടുക്കേണ്ടത് 75 ലക്ഷമാണ് അതിൻ്റെ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് എലിജിബിൾ ആണ്. എന്തുകൊണ്ടാണ്? കാരണം ഇൻട്രസ്റ്റ് കോസ്റ്റ് ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ ഏതുമായിട്ട് ഈ കൺസ്ട്രക്ഷനുമായിട്ടുള്ള, അതായത് ഇറ്റ് മീൻസ് ക്വാളിഫയിങ് അസറ്റുമായിട്ടാണ്. കാരണം കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഒന്നിനെ ക്വാളിഫയിങ് അസറ്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അത് എലിജിബിൾ ആണ്. പിന്നെ സ്റ്റേഡിയം എന്ന കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 3 കാരണം കൊണ്ടും ഇത് എലിജിബിൾ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി ബോറോയിങ് കോസ്റ്റ് ടു ബി ചാർജ്ഡ് ആസ് എൻ എക്സ്പെൻസ്. ചിലപ്പോൾ ഈ ബോറോയിങ് കോസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതർ ബോറോയിങ് കോസ്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസ് ആൻഡ് റിട്ടേൺ ഓഫ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ പീരീഡ് വിച്ച് ദേ ആർ ഇൻകേർഡ്. ഏത് വർഷത്തിലാണോ ഇത് ഇൻകർ ചെയ്തിരിക്കുന്നത് ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ റൈറ്റ് ഓഫ് ഇത് കാണിക്കും എക്സ്പെൻസ് ആയിട്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. 30th 4 2019 ഏപ്രിൽ 30 എ ലിമിറ്റഡ് ഒബ്റ്റെയിൻഡ് ലോൺ ഫ്രം SBI 50 ലക്ഷത്തിൻ്റെ ഒരു ലോണ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഷെഡ് കൺസ്ട്രക്ട് ചെയ്യാൻ 20 ലക്ഷം എടുത്തിട്ടുണ്ട്. മെഷീനറി വാങ്ങാൻ 15 ലക്ഷം, വർക്കിംഗ് ക്യാപിറ്റൽ 10 ലക്ഷം, അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ട്രക്ക് 5 ലക്ഷം. ഇങ്ങനെയാണ് 50 ലക്ഷം ബാങ്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മാർച്ച് 2020 ആയപ്പം ആ ഷെഡിൻ്റെ പണി ആൻഡ് ഒക്കെ കഴിഞ്ഞു. മെഷീനറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു. ട്രക്ക് മാത്രം കിട്ടിയിട്ടില്ല ഓർഡർ ചെയ്തിട്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് ആ വർഷം കൊടുക്കേണ്ടത് 9 ലക്ഷമാണ്. അപ്പോൾ ഷോ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അണ്ടർ ദ AS 23 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 9 ലക്ഷം നമുക്ക് ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ 4 പേയ്മെൻറ്റുകളാണ് പറയുന്നത്. 20 ലക്ഷം ഷെഡിന് കൊടുത്തിട്ടുണ്ട്, മെഷീനറി, വർക്കിംഗ് ക്യാപിറ്റൽ, ട്രക്ക് പർച്ചേസ് ചെയ്യാൻ. ഈ 4ൽ ഒറ്റ മാത്രമാണ് നമുക്ക് ഏതുമായി ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ളൂ, കൺസ്ട്രക്ഷനുമായിട്ട് പറയാനുള്ളൂ. കാരണം കൺസ്ട്രക്ഷൻ വരുമ്പോൾ ക്വാളിഫയിങ് അസറ്റ് ആണിത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ് ഈസ് കണക്ഷൻ വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ക്വാളിഫയിങ് അസറ്റ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആണ്. മെഷീനറി അക്വയർ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയ ഉടനെ നമുക്ക് ഉപയോഗിക്കാം, അത് ക്വാളിഫയിങ് അസറ്റ് അല്ല. വർക്കിംഗ് ക്യാപിറ്റൽ ക്വാളിഫയിങ് അസറ്റ് അല്ല. സിമിലർലി അഡ്വാൻസ് ഫോർ ട്രക്കിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തത് ക്വാളിഫയിങ് അസറ്റ് അല്ല. ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ബോറോയിങ് കോസ്റ്റ് ആട്രിബ്യൂട്ടബിൾ ഏത് മാത്രമേ ഉള്ളൂ, ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ മാത്രമാണ്. അത് മാത്രമാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുക. ഇറ്റ് കംസ് 3.6 lakhs ആയിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റ്. കാരണം എത്രയാണ്? 9 ലക്ഷം
ഇൻറ്റു 20/50 പറയുന്നത്. 9 ലക്ഷമാണല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത്. ആ 9 ലക്ഷത്തിൽ 20 ലക്ഷമാണല്ലോ ഇതിൽ വാങ്ങിയിരിക്കുന്നത്. 50 ലക്ഷം മൊത്തം വാങ്ങിയ ലോണാണ്. ആ ലോണിൽ 20 ലക്ഷമാണ് ഷെഡിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ ഈ 9 ലക്ഷം ഇൻട്രസ്റ്റിൽ 20/50 മാത്രമാണ് അതിൻ്റെ പാർട്ടിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. എമൗണ്ട് യൂട്ടിലൈസ് ടു ഓൾ അസറ്റ്സ്. അപ്പോൾ 20, 15, 10, 5 അങ്ങനെയാണ് 50 കിട്ടിയിരിക്കുന്നത്. ആ ബാലൻസ് അപ്പോൾ 9 ലക്ഷത്തിൽ 3.6 ലക്ഷം മാത്രമാണ് ഈ ഷെഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യത്തിൽ വരുന്ന ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. ബാലൻസ് 5.4 ലാക്സ്, അതായത് മൊത്തം 9 ലക്ഷത്തിൽ ഈ 3.6 ഈ ഷെഡിന് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 5.4 എന്താണ്, അത് എക്സ്പെൻസ് ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബോറോയിങ് കോസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ് എക്സാമ്പിളിലൂടെ കാണിച്ചത്. ഇനി ക്യാപിറ്റലൈസേഷൻ്റെ കമൻസ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. എൻ എൻറ്റിറ്റി ഷുഡ് ബിഗിൻ ക്യാപിറ്റലൈസിങ് ബോറോയിങ് കോസ്റ്റ് ഓൺ ദ ഡേറ്റ് വെൻ ഓൾ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ മെറ്റ്. താഴെ പറയുന്ന 3 കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം, ബോറോയിങ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. അതായത് എക്സ്പെൻഡിച്ചർ ഓൺ ക്വാളിഫയിങ് അസറ്റ് ഹാസ് ബിഗൺ. ക്വാളിഫയിങ് അസറ്റ് എപ്പോൾ തുടങ്ങി അതിൻ്റെ എക്സ്പെൻഡിച്ചർ, പിന്നെ ബോറോയിങ് കോസ്റ്റ് ആർ ബീയിങ് ഇൻകേർഡ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ആക്ടിവിറ്റീസ് ടു പ്രിപ്പയർ ദ അസറ്റ് ഫോർ ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂസ്. നമ്മൾ ആ ഒരു അസറ്റ് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പാകത്തിനാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ നടത്തിയിട്ടുണ്ട്, ഈ 3 കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ക്യാപിറ്റലൈസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ ക്യാപിറ്റലൈസേഷൻ നമുക്ക് സസ്പെൻഡ് ചെയ്യാനും പറ്റും. ക്യാപിറ്റലൈസേഷൻ ഓഫ് ബോറോയിങ് കോസ്റ്റ് ഈസ് സസ്പെൻഡ് ഡ്യൂറിങ് ദ എക്സ്റ്റെൻഡഡ് പീരീഡ്സ് ഇൻ വിച്ച് ആക്റ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻറ്ററപ്റ്റഡ്. അതായത് കൃത്യമായിട്ടുള്ള അതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നില്ല, എന്തെങ്കിലും കാരണവശാൽ തടസ്സപ്പെടുകയാണെങ്കിൽ അതെന്താണ്, അത് ക്യാപിറ്റലൈസ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ബോറോയിങ് കോസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യില്ല. ആ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡിലേക്ക് ബോറോയിങ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ സസ്പെൻഡഡ്. പിന്നെ അല്ലാത്ത ഏതൊക്കെ കേസിലാണ് അത് സസ്പെൻഡ് ചെയ്യുന്നത്? മനഃപൂർവ്വം നമ്മൾ ചില ആക്ടിവിറ്റിയൊക്കെ സസ്പെൻഡ് ചെയ്യും, കൺസ്ട്രക്ഷനോ അക്വിസിഷനോ ഒക്കെ അവിടെ നിർത്തി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ അത് സംഭവിക്കാം. ഇനി സസ്പെൻഡ് ക്യാപിറ്റലൈസേഷനെ സസ്പെൻഡ് ചെയ്യാത്ത കേസസ് പറഞ്ഞാൽ ടെമ്പററി ഡിലേ വരിക, എക്സ്റ്റേണൽ ഫോഴ്സിൽ വല്ല ബാധകമായിട്ട് വല്ല ടെമ്പററി ഡിലേ വരിക, പിന്നെ സബ്സ്റ്റാൻഷ്യൽ ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക, അതേപോലെ ടെമ്പററി ഡിലേ നെസറി പാർട്ട് ഓഫ് ദ പ്രോസസ് ഗെറ്റിംഗ് ആൻ അസറ്റ് റെഡി ഫോർ ഇറ്റ്സ് യൂസ്. അസറ്റ് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ റെഡി ടു യൂസിന് വേണ്ടിയൊക്കെ ഉള്ള ആ ഒരു കാലയളവിൽ എന്തെങ്കിലുമൊക്കെ ഒരു ടെമ്പററി ഡിലേ വരിക, അങ്ങനത്തെ കേസിലൊക്കെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി സെസേഷൻ ഓഫ് ക്യാപിറ്റലൈസേഷൻ. സെസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റിക്ക് ചിലപ്പോൾ നിർത്തി വയ്ക്കാൻ പറ്റുക, സ്റ്റോപ്പ് ചെയ്യാം, ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. സബ്സ്റ്റാൻഷ്യലി ഓൾ ദ ആക്ടിവിറ്റീസ്, അതായത് ഒരു ക്വാളിഫയിങ് അസറ്റിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, എന്തിനെ കംപ്ലീറ്റ് ചെയ്യാനോ സെയിൽ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അസറ്റിനെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ അതിന് അത്യന്താപേക്ഷിതമായ ചില ആക്ടിവിറ്റീസൊക്കെ ആവശ്യമായിട്ട് വരും. ആ സമയത്ത് ചിലപ്പോൾ അത് സീസ് ചെയ്യേണ്ടതായിട്ട് വരും, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇൻ പാർട്ട്, പകുതി മാത്രമോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് യൂസ്ഡ് ആയിട്ടുള്ളൊരു ഭാഗത്തൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിർത്തി വയ്ക്കേണ്ടതായിട്ട് വരാം. ഇപ്പോൾ ബിസിനസ് പാർക്ക് നമ്മൾ ഉണ്ടാക്കുകയാണ്, ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ എൻഡ് ഓഫ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻഡിവിജ്വലി. അപ്പോൾ അങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ കിട്ടുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നൊക്കെ യൂസ് ചെയ്യാനും സാധിക്കുകയാണെന്ന് വെച്ചാൽ ആ ഒരു തരത്തിലൊക്കെ വരുമ്പോൾ അത് സീസ് ചെയ്യാം. പിന്നെ ക്യാപിറ്റലൈസേഷൻ ഷുഡ് നോട്ട് സീസ് വെൻ ദർ ഈസ് എ ഷോർട്ട് ഇൻട്രപ്ഷൻ ഇൻ ആക്ടിവിറ്റീസ്. കുറച്ച് കാലത്തേക്ക് വല്ല തടസ്സങ്ങൾ മാത്രമൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നുണ്ട്. ബോറോയിങ് കോസ്റ്റ് മെഷർമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് സ്പെസിഫിക് ബോറോയിങ് ആണോ ജനറൽ ബോറോയിങ് ആണോ എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് സ്പെസിഫിക് ബോറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചിലപ്പം ഓരോ സ്ഥാപനങ്ങളും ചില ഫണ്ടുകൾ കടം വാങ്ങുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം, പർപ്പസ് ഓഫ് ഒബ്റ്റൈനിങ് ഒരു ക്വാളിഫയിങ് അസറ്റോ അല്ലെങ്കിൽ ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടോ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഓൺ ദ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഒരു ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ വരുന്ന ഇൻകം എന്ന് പറയുന്ന ബോറോയിങ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ബോറോയിങ് കോസ്റ്റ്. അതിനെ നമുക്ക് ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ലെസ് ചെയ്യേണ്ടതായിട്ട് വരിക. അതായത് സ്പെസിഫിക് ബോറോയിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബോറോയിങ് കോസ്റ്റ് സ്പെസിഫിക് ബോറോയിങ്ങിൻ്റെ മുകളിൽ എന്തെങ്കിലും കോസ്റ്റ് വരികയാണെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യുക. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ദ അസറ്റിൻ്റെ ഒപ്പം എന്തും കൂടി ചെയ്യണം, അതിനെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇൻകം ഫ്രം ദ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ്, ബോറോ ചെയ്ത് ഉണ്ടാക്കുന്ന ആ ക്വാളിഫയിങ് അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം വന്നു കഴിഞ്ഞാൽ
അതിനോട് ആഡ് ചെയ്യും. When there is a delay in spending the amount drawn down on the qualifying assets, such idle fund may be temporarily invested. ഇനി നമുക്കത് ഡയറക്റ്റായിട്ട് അതിലേക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാലത്തേക്ക് അത് വേറെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തായാലും നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും അവിടെ. ആ ഒരു ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ബോറോയിങ് കോസ്റ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ബാലൻസ് മാത്രമാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നോക്കുക. 1 ഏപ്രിലിൽ എ ലിമിറ്റഡ് ബോറോഡ് 20 lakhs, 20 ലക്ഷം കടം വാങ്ങിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് അസറ്റ് എയും ബിയും ബോത്ത് വിച്ച് അവർ എക്സ്പെക്റ്റഡ് ടു ടേക്ക് ഇയർ ടു ബിൽഡ്, ഒരു വർഷമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 ലക്ഷം കടം വാങ്ങിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ തുടങ്ങിയത് 19-20 കാലഘട്ടത്തിലാണ്. ലോൺ ഫെസിലിറ്റി വിഡ്രോ ചെയ്തിരിക്കുന്നത് 2019. എന്നിട്ട് ഈ കിട്ടിയ പൈസേനെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് അസറ്റ് എയിലേക്കും ബിയിലേക്കും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഓരോ സമയത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. റിമൈനിങ് ഫണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺ, ഈ എടുത്ത ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 9%. കമ്പനി അത് പൈസ ഉപയോഗിക്കാതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അവിടുന്ന് കിട്ടുന്ന റിട്ടേൺ 7%. ഇഗ്നോറിങ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ എത്ര രൂപയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അസറ്റ് എയും ബിയും നോക്കുക. അതിൻ്റെ ബോറോയിങ് കോസ്റ്റ് 6 ലക്ഷം, അതായത് 3 3 6 വരുന്നത്. 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ട്, മറ്റേത് 7 7 14. അപ്പോൾ 6 ലക്ഷത്തിന് നമ്മൾ കൊടുക്കേണ്ടത് എത്രയാണ്, 9% പലിശ കൊടുക്കേണ്ടത്. അപ്പോൾ 54,000. അസറ്റ് ബിക്ക് 14 ലക്ഷമാണ്, 7 7 14 ലക്ഷവും അതിൻ്റെ 9%, 1.26 അവിടെ നമ്മൾ കൊടുക്കണം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ പൈസേനെ അവർ 7% എന്താക്കുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ലക്ഷത്തിൻ്റെ, അതായത് 3 ലക്ഷത്തിന് 6 മാസത്തേക്ക്, കാരണം 6 മാസമാണല്ലോ ഈ കാലയളവ് വരുന്നത്, ഏപ്രിൽ ടു ഒക്ടോബർ എന്ന് പറയുമ്പോൾ, പിന്നെ ഒക്ടോബർ ടു മാർച്ച് പറയുമ്പോഴും. അപ്പോൾ ആ ഒരു 6 മാസത്തേക്ക് ഇവിടെ പറയുന്നുണ്ട്, ഏപ്രിൽ 1 ടു 30/9 സെപ്റ്റംബർ 30 വരയ്ക്ക്, ആ ഒരു 6 മാസത്തേക്കാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പം 3 ലക്ഷം ഇൻറ്റു 6/12 ഇൻറ്റു 7% വരുമ്പോൾ 10,500. മറ്റേ 7 ലക്ഷത്തിൻ്റെതിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24,500. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇത് ലെസ് ചെയ്യുക. ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് കുറച്ചതിന് ശേഷം മാത്രമാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നുള്ളൂ. കോസ്റ്റ് ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷവും 14 ലക്ഷവുമാണ്. അങ്ങനെയാണ് മൊത്തം നമുക്ക് 20 ലക്ഷം അവിടെ കിട്ടുന്നത്. 6 ലക്ഷവും 14 ലക്ഷവും. അപ്പോൾ അതിൽ നിന്ന് ഈ ബോറോയിങ് കോസ്റ്റ് നമ്മൾ എത്രയാണോ ക്യാപിറ്റലൈസ് ചെയ്തത് അതിനോട് കൂടിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അസറ്റിൻ്റെ മൊത്തം കോസ്റ്റ് നമ്മൾ കണക്കാക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യണം, ആ ഇൻട്രസ്റ്റിൽ നിന്ന് അവരെവിടെയെങ്കിലും ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ എമൗണ്ട് കുറയ്ക്കുമ്പോൾ അതിനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ബോറോയിങ് കോസ്റ്റ് എത്രയെന്ന് കിട്ടി. ഈ ബോറോയിങ് കോസ്റ്റിനെ ആ അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടിയിട്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 6 ലക്ഷവും 14 ലക്ഷവും പറഞ്ഞാൽ അസറ്റ് എ 2 കൂടി കൂട്ടി 6 ലക്ഷം വരുന്നുണ്ട്, അസറ്റ് ബി 2 കൂടി കൂട്ടി 7 14 ലക്ഷവും വരുന്നുണ്ട്. അപ്പോൾ അസറ്റിൻ്റെ എ എന്ന് പറയുന്ന അസറ്റിൻ്റെ വില ഇവിടെ എത്രയുള്ളൂ, 6 ലക്ഷം. ആ 6 ലക്ഷത്തിൽ നിന്ന് ഈ 43,500 അതിനോട് കൂടിയിട്ട് ആഡ് ചെയ്യാം. അതേപോലെ 14 ലക്ഷത്തിൻ്റെ ഒപ്പം ഈ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്യാപിറ്റലൈസ് ചെയ്യുന്ന ബോറോയിങ് കോസ്റ്റ് 1,01,500 ആഡ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി ജനറൽ ബോറോയിങ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മെഷർമെൻറ്റ് 2 തരമാണ്, സ്പെസിഫിക്കും ഉണ്ട് ജനറലും ഉണ്ട്. അപ്പോൾ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിനെ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് ചെയ്യാം. ജനറൽ ബോറോയിങ് വരുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഇന്നതാണെന്ന് പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല. വെൻ എൻറ്റിറ്റി ബോറോസ് ഫണ്ട്സ് ജനറലി ആൻഡ് യൂസസ് ദം ഫോർ ദ പർപ്പസ് ഓഫ് ഒബ്റ്റൈനിങ് എ ക്വാളിഫയിങ് അസറ്റ്. ഒരു അസറ്റ് ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ട ഭാഗമായിട്ടാണ് ഫണ്ടൊക്കെ റേസ് ചെയ്യുന്നുണ്ടാവുക. എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ ഒരു കേസിൽ നോക്കാം. ഇവിടെ ക്യാപിറ്റലൈസ് ചെയ്യുമ്പം ആവറേജ് എക്സ്പെൻഡിച്ചർ ഓൺ ദ അസറ്റിൻ്റെ മുകളിൽ ഏകദേശം എത്ര ചിലവ് വന്നു ഇൻറ്റു അതിൻ്റെ ക്യാപിറ്റലൈസേഷൻ റേറ്റ്. ഈ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണാൻ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ബൈ വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് ഇൻറ്റു 100. അപ്പോൾ കോസ്റ്റ് ബൈ ബോറോയിങ് ഇൻറ്റു 100 ആണ് അവിടെ ചെയ്യേണ്ടത്. ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റഡ് ചെയ്യുന്നത് ഈ മെത്തേഡിലാണ്, ഓൺ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ബേസിസിലാണ്. മസ്റ്റ് നോട്ട് എക്സീഡ് ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ്, അതായത് ശരിക്കുള്ള ബോറോയിങ് കോസ്റ്റിനേക്കാൾ ഒരിക്കലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കൂടി നിൽക്കാൻ പാടില്ല എന്ന് അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്.
ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ലിമിറ്റഡ് ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ടണൽ that will link two sides of the village that were separated by a natural disaster years ago. വർഷങ്ങളുടെ മുന്നേ രണ്ട് സ്ഥലങ്ങൾ, രണ്ട് വില്ലേജുകൾ തമ്മിൽ കൂട്ടി മുട്ടിച്ചുണ്ടായിരുന്ന ഒരു ടണൽ അവിടെ ഒരു ഡിസാസ്റ്റർ വന്നപ്പം നഷ്ടപ്പെട്ടു പോയി. അപ്പം ആ ഒരു നല്ലൊരു ഈ ഒരു റോള് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത്. എ ലിമിറ്റഡ് ഹാസ് ബീൻ ഇൻ ദ വില്ലേജ് ഫോർ എ കപ്പിൾ ഓഫ് ഇയേഴ്സ് എക്സ്പ്ലോറിംഗ് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻ നിയർ ബൈ ഓഫ് ഷോർ ഏരിയ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഗ്യാസും ഓയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന എ ലിമിറ്റഡ്. അപ്പോൾ അവർക്ക് എന്തായാലും എന്ത് വേണം, ഈ ഒരു ടണല് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ടണൽ വുഡ് ടേക്ക് 2 years ടു ബിൽഡ് ആൻഡ് ദ ടോട്ടൽ ക്യാപിറ്റൽ ഔട്ട്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ടണൽ നിർമ്മിക്കാൻ 2 വർഷം വരും. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഏകദേശം 20 മില്യണിൽ കുറയാത്ത ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മാർജിൻ ഓഫ് സേഫ്റ്റി അലോ ചെയ്തുകൊണ്ട് എ ലിമിറ്റഡ് 22 മില്യൺ 3 സോഴ്സിൽ നിന്നാണ് ഈ ഫണ്ട് റേസ് ചെയ്ത്, കൂടാണ്ട് 2 മില്യൺ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻസ് ചെയ്തിരിക്കും ഇങ്ങനെയാണ്. ബാങ്ക് ടേം ലോൺസ് 5 മില്യൺ, ബാങ്കിൽ നിന്ന് ലോങ് ടേം ആയിട്ട് 5 മില്യൺ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്ന് 7 മില്യൺ എടുത്തിട്ടുണ്ട്. കോർപ്പറേറ്റ് ബോണ്ട് 10 മില്യൺ. അങ്ങനെ 10, 7, 17, 5, 22 മില്യൺ ആണ് അവർ എടുത്തിരിക്കുന്നത് മൊത്തം. ഇൻ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ടണൽ, ആദ്യം അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫണ്ട് ഐഡിയലായിട്ട് കടന്നിട്ടുണ്ട് അവിടെ, ഒരു 10 മില്യൺ ഒക്കെ. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, ഒരു 6 മാസത്തേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തു. അതിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ ഇൻകം കിട്ടി. അപ്പോൾ ഇഫ് എ ലിമിറ്റഡ് ഡിസൈഡഡ് ടു ഓപ്റ്റ് ഫോർ ദ അലൗഡ് ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ഇൻഡ് AS 23, ഹൗ വുഡ് ഇറ്റ് ട്രീറ്റ് ദ ബോറോയിങ് കോസ്റ്റ്? എങ്ങനെയാണ് ഈ ഒരു കേസിൽ ബോറോയിങ് കോസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്? അതുപോലെ എത്രയാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത്? അതേപോലെ തന്നെ എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ഇൻകം കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ടോട്ടലായിട്ട് 20 മില്യൺ ആണ് ആ ടണലിൽ മാത്രം വരുന്നത്. 2 മില്യൺ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഓരോന്നിനും വേണ്ടി എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നുള്ള കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് എമൗണ്ട് ഐഡിയലായപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടിയ ഇൻകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൾട്ടർനേറ്റീവ് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലൈസ് ചെയ്യാണ് ബോറോയിങ് കോസ്റ്റിനെ. അപ്പോൾ ഇവിടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാണണം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് കാണുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാങ്ങിയിരിക്കുന്ന 5 മില്യൺ ഇൻറ്റു 7% പ്ലസ് പിന്നെ രണ്ടാമത് വാങ്ങിയ 7 മില്യൺ ഇൻറ്റു 8%, അങ്ങനെ അതെല്ലാം കൂടി എടുത്തു ഡിവൈഡഡ് ബൈ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് 5, 7, 10 മില്യൺ. അപ്പോൾ നമുക്ക് 8.22% പെർ ആനാണ് അവിടെ കിട്ടുന്നത്. ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 20 മില്യൺ ആണ് ടണലിന് വേണ്ടി വരുന്നത്. ഇൻറ്റു 8.22% വെച്ച് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആ എമൗണ്ട് വെച്ച് 20 മില്യണെ ഇൻറ്റു ചെയ്യുക. അങ്ങനെ എത്ര വർഷമാണ് അതിൻ്റെ പണി നടക്കുന്നത്? 2 വർഷത്തേക്കാണ്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര വരും? 3.288 മില്യൺ ആണ് ബോറോയിങ് കോസ്റ്റ് വരുന്നത്. ഇനി ബോറോയിങ് കോസ്റ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത് എത്രയാണോ നമുക്ക് ഇപ്പോൾ ബോറോയിങ് കോസ്റ്റ് കിട്ടിയിരിക്കുന്നത്, അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഒരു 5 ലാക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 5 ലക്ഷം എന്ന് നമുക്ക് എന്ത് കിട്ടുന്ന ഇൻകം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടിനെ നമ്മൾ ഇന്ന് ലെസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ 2.78 മില്യൺ കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്സ് ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വേണ്ടിയിട്ട് 2 മില്യൺ കനോട്ട് ബി ക്യാപിറ്റലൈസ്ഡ്. അത് നമുക്ക് ഒരിക്കലും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഈ 5 ലാക്ക് എന്ന് പറയുന്നതാണ് ഇവിടെ 0.5 മില്യൺ ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. കാരണം 5 ലാക്കിനെ മില്യണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.5 മില്യൺ എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. വെയ്റ്റഡ് മെത്തേഡ് ആകുമ്പോൾ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കൊണ്ട് ചെയ്തിട്ട് ഡിവൈഡ് ബൈ അതിൻ്റെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ബോറോയിങ് കോസ്റ്റ് കിട്ടും. ആ ബോറോയിങ് ടോട്ടൽ ചെയ്യണമെങ്കിൽ ഇവിടെ 2 വർഷത്തേക്കാണ് പണി നടക്കുന്നത്. ഇപ്പോൾ ഈ കോസ്റ്റ് വെച്ചിട്ട് 20 മില്യൺ എടുക്കുകയാണെന്ന് വെച്ചാൽ എത്ര വരും? 3.28 ആയിട്ടാണ് വരുന്നത്. അതിൽ എത്രയാണ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ ആ കിട്ടിയ എമൗണ്ടിൽ നിന്ന് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻകം ലെസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ പറയാനുള്ള എക്സസ് ഓഫ് ദ ക്യാരിയിങ് എമൗണ്ട്. ഇനി ക്യാരിയിങ് എമൗണ്ട് എന്താണ്? എമൗണ്ട് ഓഫ് ക്യാപിറ്റലൈസ്ഡ് ഡ്യൂറിങ് എ പീരിയഡ് ഷുഡ് നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ്. ഒരു വർഷത്തെ ബോറോയിങ് കോസ്റ്റ് എന്താണോ അതിനേക്കാൾ ഒരിക്കലും എക്സീഡ് ചെയ്യാൻ പാടില്ല അതിൻ്റെ എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്തത്. ക്യാരിയിങ് വാല്യൂ ഓഫ് ആൻ അസറ്റ് എക്സീഡ്സ്, അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ അസറ്റ് ഷുഡ് ബി റിട്ടേൺ ഡൗൺ ടു ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ നെറ്റ് റിയലൈസബിൾ വാല്യൂയിലേക്ക് അസറ്റിനെ എന്ത് ചെയ്യേണ്ടി വരും? റൈറ്റ് ഓഫ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് പറയുന്നത്. ബോറോഡ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരിക്കലും എക്സീഡ് ചെയ്ത് പോരുത് അത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന.
ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എ ലിമിറ്റഡ് ഹാസ് എ മെഷീനറി ഇൻ ഇറ്റ്സ് ഫാക്ടറി. എ ലിമിറ്റഡ് ഒരു ഫാക്ടറിയിൽ ഒരു മെഷീൻ ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് സോൾഡ്, അത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് 50,000 രൂപ നമുക്ക് കിട്ടും. ആൻഡ് കാൽക്കുലേറ്റഡ് ഇറ്റ്സ് വർത്ത്, ഇപ്പോൾ അതിൻ്റെ വാല്യൂ 60,000 രൂപയാണ്. കീപ് ദ മെഷീൻ ഇൻ ദ ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അത് ബിസിനസ്സിലേക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ റിക്കവറബിൾ എമൗണ്ട് എത്രയാണെന്നുള്ളതും പിന്നെ ക്യാരിയിങ് കോസ്റ്റ് 57,000, 10,000 ബോറോയിങ് കോസ്റ്റും ആണെങ്കിൽ എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിക്കവറബിൾ എമൗണ്ട് മെഷീൻ്റെ എത്രയാണ്, ഇപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് 60,000 ആണ്. അതിൻ്റെ വാല്യൂ ഇൻ ദ ബിസിനസ് ഓവർ ഇറ്റ്സ് റിമൈനിങ് ലൈഫ്. ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 57,000. ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് 57,000 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ബോറോയിങ് കോസ്റ്റ് റിലേറ്റഡ് ടു മെഷീൻ പീരീഡ് എത്രയാണ്, 10,000 രൂപയാണ് ബോറോയിങ് കോസ്റ്റ് വന്നിരിക്കുന്നത്. കാരണം ഇഫ് ദ ബോറോയിങ് കോസ്റ്റ് ഈസ് ആഡഡ് ടു ദ ക്യാരിയിങ് കോസ്റ്റ്, ആ ഒരു ബോറോയിങ് കോസ്റ്റ് ഇതിനോട് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 57,000 എന്നുള്ളത് എന്താവും, 67,000 ആയിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഹയർ ദാൻ ദ റിക്കവറബിൾ എമൗണ്ട്, റിക്കവർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനേക്കാൾ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ബോറോയിങ് കോസ്റ്റ് എത്രയേ ഉള്ളൂ, ഓൺലി 3,000 ആണ് വരുന്നത്. കാരണം 57,000 ഉള്ളത് നമുക്ക് അത് 60,000 ആയിട്ട് 10 കൂടി ആഡ് ചെയ്യുമ്പോൾ 60,000 ആണ് അതിൻ്റെ ശരിക്കുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് 57,000 ക്യാപിറ്റലൈസ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് 60,000 60,000 മൈനസ് 57 പറയുമ്പോൾ 3,000 വരും. ആ 3,000 അത് 57,000 ഒപ്പം ക്യാരിയിങ് കോസ്റ്റിനൊപ്പം അത് ആഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്തല്ല, റിക്കവറബിൾ എമൗണ്ടിനേക്കാൾ അത് ഹൈ ആയിട്ട് പോകുന്നില്ല. അവിടെ വരുന്ന ബാലൻസ് ആ 10,000 7,000 ബോറോയിങ് കോസ്റ്റിനെയാണ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അത് ആ പീരീഡിൽ തന്നെ റൈറ്റ് ഓഫ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ക്യാരിയിങ് എമൗണ്ട് എക്സസ് ആവുമ്പോൾ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി അക്രൂവൽ ബേസിസ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ബോറോയിങ് കോസ്റ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഓൺ അക്രൂവൽ ബേസിസ്, നോട്ട് ഓൺ ക്യാഷ് ബേസിസിൽ ഇവിടെ കണക്കാക്കുന്നില്ല. പകരം അതിങ്ങനെ കൂടി വരുന്നു എന്നുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് 5,000, ഇൻട്രസ്റ്റ് പെയ്ഡ് ക്യാഷ് ആ വർഷം കൊടുക്കുന്ന 78,000, ക്ലോസിംഗ് ഇൻട്രസ്റ്റ് 12,000. എമൗണ്ട് എത്രയാണ് റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഒരു വർഷത്തെ ചാർജ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓപ്പണിംഗ് ഇൻട്രസ്റ്റും എടുക്കും, അതേപോലെ തന്നെ ആ വർഷം കൊടുക്കുന്ന ഇൻട്രസ്റ്റും എടുക്കും. അപ്പോൾ 83,000 വരും. ക്ലോസിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ ഒരിക്കലും അതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് ലെസ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ടോട്ടൽ ഈ വർഷം വരുന്നത്, അതായത് ആ വർഷത്തിൻ്റെ തുടക്കത്തിലത്തെ ഇൻട്രസ്റ്റും പിന്നെ ആ വർഷം വരുന്ന ഇൻട്രസ്റ്റും മാത്രമേ എടുക്കുള്ളൂ. ക്ലോസിംഗിൽ വരുന്ന ഇൻട്രസ്റ്റ് അതിൽ എടുക്കില്ല. അപ്പോൾ അത് ലെസ് ചെയ്ത് ബാലൻസ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ട്രീറ്റ്മെൻറ്റുകളാണ് ബോറോയിങ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ, ബോറോയിങ് കോസ്റ്റ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, അതെങ്ങനെ മെഷർ ചെയ്യണം, അത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്